ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്ന ചമ്മന്തിയാണ്. നമ്മൾ പല രീതിയിൽ ചമ്മന്തി അരയ്ക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം കൊണ്ടാണ് കേട്ടോ. പപ്പടം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചോറിന് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം പപ്പടം വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കൊന്ന് പപ്പടം കാച്ചിയെടുക്കണം. അപ്പോൾ ഒരു 5-6 പപ്പടം നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാമേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പപ്പടം ഞാൻ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പൊള്ളിച്ചെടുത്ത എണ്ണയിൽ ശകലം മാറ്റിയ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 5-6 ചുമന്നുള്ളി, അതുപോലെ 6-7 ഉണക്കമുളക്, ഒരു തണ്ട് കരിയാപ്പില, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകാതെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണേ. കരിഞ്ഞു പോകാതെ തന്നെ ഞാനിത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലോട്ട് മാറ്റിയെടുത്ത ശേഷം നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പപ്പടം ചമ്മന്തി റെഡിയാക്കി എടുക്കാനേ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തന്നെ മിക്സിയുടെ അരയ്ക്കുന്ന ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു ചെറിയൊരു കഷ്ണം വാളംപുളിയാട്ടോ. വാളംപുളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതും ചെറിയൊരു കഷ്ണം മതി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ആദ്യം. അപ്പോൾ ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതാണ് ഇത് ഇത്രയും ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ ഞാൻ കൈപ്പിടിക്ക് ഒരു 3 പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്ന ഒരു പപ്പടം, നമ്മൾ പൊള്ളിച്ച് വെച്ച ഒരു പപ്പടം കൂടി ഇതിനകത്ത് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നുവെച്ച് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വേണം. അരച്ചെടുത്തുകൊണ്ട് വന്ന ശേഷം ഒരു പ്ലേറ്റിലേക്ക് 2-3 പപ്പടം വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത ശേഷം നല്ലതുപോലെ തന്നെ പൊടിക്കണം കേട്ടോ. പൊടിച്ചെടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചമ്മന്തിയുടെ കൂട്ടുണ്ടല്ലോ, അതും കൂടി ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കൂട്ടിയിളക്കണം. നല്ലതുപോലെ കൂട്ടിയിളക്കിയ ശേഷം നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പടം ചമ്മന്തി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ പപ്പടം ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്